അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പുതിയൊരു അറിയിപ്പ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതുവരെ ചുരുക്കം ചില വിസകൾക്ക് മാത്രം ഏർപ്പെടുത്തിയിരുന്ന സോഷ്യൽ മീഡിയ പരിശോധന കൂടുതൽ വിസ വിഭാഗങ്ങൾക്ക് കൂടി ബാധകമാക്കിയിരിക്കുകയാണ്. കുടിയേറ്റതര വിസ വിഭാഗങ്ങളായ H3, K, Q, R, S, T, U എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിച്ചവരെയാണ് ഇനി മുതൽ സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കുക. ഇതേക്കുറിച്ച് വിശദമായി നോക്കാം. ഒപ്പം ഇന്ത്യക്കാരെ ഇതെങ്ങനെ ബാധിക്കുമെന്നും പരിശോധിക്കാം. നേരത്തെ H1B, H4, F, M, J എന്നീ വിസ വിഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സമാന സോഷ്യൽ മീഡിയ പരിശോധനയാണ് മറ്റ് വിസ വിഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ വിജ്ഞാപനം പ്രകാരം H3, K1, K2, K3, Q, R1, R2, S, T, U എന്നീ വിസ അപേക്ഷകരെ സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് വിധേയമാക്കും. 2026 മാർച്ച് 30 മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. മുൻപ് പ്രധാന വിസ വിഭാഗങ്ങൾക്കാണ് സോഷ്യൽ മീഡിയ പരിശോധന ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ തോതിൽ മാത്രം അപേക്ഷകരുള്ള വിസകൾക്കാണ് പരിശോധന ബാധകമാക്കിയിരിക്കുന്നത്. ഇനി മേൽപ്പറഞ്ഞ വിസകൾ ആർക്കൊക്കെ ഉള്ളതാണെന്ന് നോക്കാം. ട്രെയിനികൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് വിസിറ്റർമാർക്ക് ഉള്ളതാണ് H3 വിസ. US പൗരത്വമുള്ളവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ എന്നിവർക്ക് ഉള്ളതാണ് K വിസ. സാംസ്കാരിക വിനിമയ പരിപാടികൾക്കുള്ളതാണ് Q വിസ. മതപരമായ ജോലികൾക്കായി പോകുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉള്ളതാണ് R1, R2 വിസകൾ. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നൽകുന്നതാണ് T1, U എന്നീ വിസകൾ. അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നവർക്കും സാക്ഷികൾക്കും നൽകുന്ന S വിസയ്ക്കും ഈ നിയമം ബാധകമാണ്. ഇനി വിസ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറയാം. ഈ വിസ വിഭാഗങ്ങളിലെ അപേക്ഷകരും അവരുടെ ആശ്രിതരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പബ്ലിക്കായി നിലനിർത്തണമെന്നും വിസ ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്കായി ലഭ്യമാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. അപേക്ഷകർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉപയോഗിച്ച എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, ലിങ്ക്ഡിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ പോസ്റ്റുകൾ, കമന്റുകൾ, ഫോട്ടോകൾ, ഗ്രൂപ്പ് അംഗത്വങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കപ്പെട്ടേക്കാം. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, തീവ്രവാദ ബന്ധങ്ങൾ അല്ലെങ്കിൽ വിസ നിയമങ്ങൾ ലംഘിക്കാനുള്ള ഉദ്ദേശം എന്നിവ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടമാണോ എന്നാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിക്കുന്നത്. ഇത് ഇന്ത്യൻ അപേക്ഷകരെ ബാധിക്കുമോ എന്ന് പരിശോധിക്കാം. ഇന്ത്യൻ അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം H1B അല്ലെങ്കിൽ F1 സ്റ്റുഡന്റ് വിസകളെ അപേക്ഷിച്ച് പുതിയതായി ഉൾപ്പെടുത്തിയ വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവാണ്. എങ്കിലും അമേരിക്കയിലെ ക്ഷേത്രങ്ങളിലും മറ്റും പോകുന്ന പുരോഹിതർക്കും മതപ്രവർത്തകർക്കും അമേരിക്കൻ പൗരന്മാരെ വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും ഈ നീക്കം തിരിച്ചടിയായേക്കാം. ഇത്തരം കർശനമായ പരിശോധനകൾ വിസ പ്രോസസ്സിംഗ് സമയപരിധി വർദ്ധിപ്പിക്കാനും കൂടുതൽ പശ്ചാത്തല പരിശോധനകൾക്കും അഭിമുഖത്തിൽ കടുപ്പമേറിയ ചോദ്യങ്ങൾക്കും വഴിതെളിച്ചേക്കാം. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളും വിസ അപേക്ഷയിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് വിസ നിഷേധിക്കപ്പെടാൻ കാരണമായേക്കാം. അതിനാൽ അപേക്ഷകർ തങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യം കൃത്യവും സുതാര്യവുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വിസ അപേക്ഷയ്ക്ക് തൊട്ടുമുമ്പായി അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നതോ വിവരങ്ങൾ മറച്ചുവെക്കുന്നതോ ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. US വിസ ഒരു അവകാശമല്ല, മറിച്ച് അതൊരു പ്രത്യേക ആനുകൂല്യം മാത്രമാണെന്നും ഓരോ അപേക്ഷയും ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണ് പരിഗണിക്കുന്നതെന്നുമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട്.